റൺ ക്ലബ്ബുകൾ, മാരത്തൺ, ഇതൊക്കെ ഇന്നൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മനുഷ്യൻ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആവുന്നു എന്നുള്ള കാര്യത്തിൽ. അതേസമയം തന്നെ കുറച്ചൊക്കെ ഒരു ഫാഷനായിട്ടും ഈ റൺ ക്ലബ്ബുകൾ പലതും ഡേറ്റിംഗ് ക്ലബ്ബുകളൊക്കെ ആയിട്ട് മാറുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല എങ്കിൽ പോലും എന്തായാലും ഇത് വളരെ നല്ലൊരു പരിപാടി ആണോ എന്ന് ചോദിച്ചാൽ, ഈ ജെനറ്റിക്സിനും എപ്പിജെനറ്റിക്സിലും ഒക്കെ വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഇതിനൊന്നും എതിരല്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ മാരത്തൺ എന്നൊക്കെ പറയുന്ന എല്ലാ ആൾക്കാർക്കും പറഞ്ഞിട്ടുള്ള പണിയൊന്നും അല്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ കോശങ്ങളുണ്ട്, കോശങ്ങൾക്കുള്ളിൽ DNA ഉണ്ട്, DNAക്കകത്തുള്ളത് ജീനുകളാണ്. ഈ ജീനുകളാണ് നമ്മളുടെ എല്ലാ ഫംഗ്ഷനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളുടെ വ്യായാമവും ഒക്കെ പ്രത്യേകിച്ചും എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീനുകൾക്ക് എതിർപ്പുണ്ടാവുന്ന രീതിയിലാവരുത്. ചില ആൾക്കാരിലെങ്കിലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില പർട്ടിക്കുലർ ജീൻ വേരിയൻസ് അവരിലുണ്ട്. ആ ജീൻ വേരിയൻസ് ഇത്തരത്തിലുള്ള മാരത്തണോ ഇതുപോലുള്ള ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എക്സ്പ്രസ്ഡ് ആവുകയും അത് പലപ്പോഴും സഡൻ കാർഡിയാക് ഡെത്ത് പോലുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് റൺ ക്ലബ്ബും മാരത്തണും ഒക്കെ ഓക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് അത് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഇത്തരത്തിലുള്ള പരിപാടികളിൽ എൻഗേജ് ചെയ്യുക.